എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു SCRT ടെക്സ്റ്റ് ബുക്ക് ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ 6ാം ക്ലാസ്സിലെ 6th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിൻ്റെ ഓരോ ചാപ്റ്റേഴ്സാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്ക്, രണ്ടാമത്തെ ഭാഗം ടെക്സ്റ്റ് ബുക്കിലുള്ള ചാപ്റ്റേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് അതിൽ 4th ചാപ്റ്റർ, അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ 10th ചാപ്റ്ററാണ് നോക്കുന്നത്. 10th ചാപ്റ്റർ ആയിട്ടുള്ള ജനാധിപത്യവും അവകാശങ്ങളും അഥവാ ഡെമോക്രസി ആൻഡ് റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്ന ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കുറച്ച് പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും മറ്റ് ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ പൊതുവെ കുറവായി വരുന്ന ഒരു ചാപ്റ്ററാണ് ഇത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് ഇതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 10ാമത്തെ ചാപ്റ്ററിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇതിന് തൊട്ട് താഴെ 9ാമത്തെ ചാപ്റ്റർ വരെയുള്ള കാര്യങ്ങളുടെ നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും വേണം. എന്നിരുന്നാൽ മാത്രമേ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റഡീസ് നടക്കൂ. ഓക്കെ, പറഞ്ഞു വരുന്നത് ഇതിപ്പോൾ 10ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം, ആ 9 വരെയുടെ ഒരിക്കൽ കൂടെ വായിച്ചിട്ടുണ്ടാവണം. വായിച്ച് നോക്കണം, അവിടെ എന്തൊക്കെ പോയിന്റ്സ് ഉണ്ടാവും, എല്ലാം മറന്നു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അങ്ങനെ 2-3 തവണ നിങ്ങൾ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സെഷൻ നിങ്ങൾ അവിടെ സെറ്റ് ആവും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അത് മറിച്ച് നോക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് പോകുന്ന സമയത്ത് ഇടയ്ക്ക് വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ പെർ മന്ത് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് നോക്കേണ്ടി മാത്രമേ വരൂ. പോയിന്റ്സ് ഒക്കെ നമ്മുടെ മെമ്മറിയിലുണ്ടാവും. റെഡി? അപ്പോൾ ഇത് നമുക്ക് നോക്കാം, ഓരോ ചാപ്റ്ററായിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് കാണുന്നത് നോക്കിയേ, ജനാധിപത്യം, അവകാശം. ഈ പേര് തന്നെ ഉണ്ട്. എന്താണ് ജനാധിപത്യം? അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കും. പിന്നെ അവകാശങ്ങൾ എന്തൊക്കെയാണ്? അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ആർക്കൊക്കെ എന്തൊക്കെ എന്നുള്ള കാര്യങ്ങളിൽ ബേസിക് ആയിട്ട് കുറച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, റാങ്ക് ഫയലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ റെഫർ ചെയ്ത് പഠിക്കേണ്ടതായിട്ടും കൂടി ഉണ്ട് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുവാണ് ഫസ്റ്റ് കാര്യം. ഇവിടെ ഒരു ചെറിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അതൊന്നുമില്ല, നെൽസൺ മണ്ടേല എന്ന് പറഞ്ഞൊരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാളാണ്, കേട്ട് പരിചയമുള്ള ഒരാളാണ് അല്ലേ, ദക്ഷിണാഫ്രിക്കയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരാളാണ്. അപ്പോൾ നെൽസൺ മണ്ടേല പറഞ്ഞ കുറച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു വാക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നോക്കാം. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാകും. അപ്പോൾ ജനാധിപത്യ വ്യവസ്ഥയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചപ്പോൾ, നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ആൾ അല്ലേ. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച വ്യക്തി കൂടിയാണ് നെൽസൺ മണ്ടേല എന്ന് പറയുന്നത് അല്ലേ. ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം, മനസ്സിലായില്ലേ? അപ്പോൾ നെൽസൺ മണ്ടേലയെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് നമ്മൾ ആദ്യം തന്നെ നമുക്ക് പഠിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റു കാര്യങ്ങളിലേക്ക് വരാം. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്ര വിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ച വ്യക്തിയാണ് ശരിക്കും ആര്, നെൽസൺ മണ്ടേല എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണ്, ദക്ഷിണാഫ്രിക്കയിലാണ് ജനിച്ചത്. ആ ഗ്രാമത്തിലെ പേര് ട്രാൻസ്കോയി ഗ്രാമമാണ്. ട്രാൻസ്കോയി ഗ്രാമം, ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ SCRT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് നമുക്കിത് ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയാൻ പറ്റില്ല. എന്ന എക്സാം ഓറിയൻറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ വന്നേക്കാം. വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാൻ വേണ്ടി പാടില്ല, മിസ്സാവാൻ പാടില്ല ഒരു പോയിന്റ്. അപ്പോൾ ട്രാൻസ്കോയി ഗ്രാമത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പോൾ ആ ഒരു ഗോത്ര വിഭാഗമുണ്ട്, കസോസ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. 1918 ജൂലൈ 18 ഇദ്ദേഹം ജനിച്ചത്. ഓക്കെ, 1918 ജൂലൈ 18 ദക്ഷിണാഫ്രിക്കയിൽ ഇദ്ദേഹം ജനിച്ചത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആ ഒരു ഗ്രാമത്തിൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എന്താണ് പേര്? ട്രാൻസ്കോയി ഗ്രാമം അല്ലേ. ട്രാൻസ്കോയി ഗ്രാമത്തിലെ കസോസയാണ്. കസോസ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തിലാണ്. ക്ലിയർ അല്ലേ? പിന്നെ അടുത്തൊരു പോയിന്റ് നോക്കാം നമുക്കിതാ. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി എന്നാണ് പറയുന്നത്. ഓക്കെ, ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്നു ഇദ്ദേഹം. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ്, നമ്മളിവിടെ പറയുന്ന പോലെയുള്ള ഒരു ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്നു. രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. ഒന്നാലോചിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗം, ഒരു വലിയൊരു ഭാഗം അദ്ദേഹം ജയിലിൽ തന്നെയായിരുന്നു അല്ലേ. ഏതാണ്ട് 29-28 വർഷം. നോക്കിയേ, 26 വർഷം കംപ്ലീറ്റ്, 7 മാസം 10 ദിവസം. ഇത് ചിലപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നെൽസൺ മണ്ടേല രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു. എത്ര കാലം എന്ന് ചോദിച്ചാൽ പറഞ്ഞണം, എത്രയാണ്, ഒരു സംശയം വേണ്ട. 26 വർഷവും 7 മാസവും പിന്നെ 10 ദിവസവും. 26-7-10 അത് നമ്മളെ മനസ്സിലുണ്ടാവണം അല്ലേ. 26-7-10 26 വർഷം 7 മാസം 10 ദിവസം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന്
പിന്നെ ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായി. അപ്പോൾ അദ്ദേഹം ജയിൽ മോചിതനായത് 1990 ഫെബ്രുവരി 11 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതിനുശേഷം എന്തായിട്ടുണ്ട്, 94 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻറ്റുമായിട്ടുണ്ട്. അത്രയും ലെവലിലെത്തിയ മനുഷ്യനാണ് അല്ലേ. അപ്പോൾ 1990 വരെയും അദ്ദേഹം ഏകദേശം 10-27 വർഷക്കാലം ജയിലിലായിരുന്നു. അതിനുശേഷം 94 മെയ് 10 ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായി അദ്ദേഹം മാറി. ഓക്കെ, പിന്നീട് 2013 ഡിസംബർ 5 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. ഓക്കെ, 95-ാമത്തെ വയസ്സിലാണ് ശരിക്കും നമ്മുടെ നെൽസൺ മണ്ടേല മരണപ്പെടുന്നത്. അപ്പം ദക്ഷിണാഫ്രിക്ക പ്രസിഡൻ്റായി മാറിയ വർഷം 1994 മെയ് 10 26 വർഷം 7 മാസം 10 ദിവസം ജയിലിൽ കിടന്നു. അദ്ദേഹം കള്ളക്കേസ് ചുമത്തിയിട്ടാണ് പിന്നെ ജയിലിലാക്കിയത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനം 1918 ജൂലൈ 18 അതുകൊണ്ട് തന്നെ ഇത് മണ്ടേല ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ഈ ഒരു ദിവസം. അപ്പോൾ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നെൽസൺ മണ്ടേലയുമായി ബന്ധപ്പെട്ട കാര്യം. അപ്പം മുൻ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അല്ലേ. ട്രാൻസ്കോയ് ഗ്രാമത്തിൽ ജനിച്ചു. കസോസ ഗോത്ര വിഭാഗത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. 1918 ജൂലൈ 18 1990 വരെയും അദ്ദേഹം ജയിലിലായിരുന്നു. 94 മെയ് 10 ആഫ്രിക്കൻ പ്രസിഡൻ്റായി എന്നുള്ള കാര്യം അല്ലേ ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഇവിടെ ജനാധിപത്യം എന്താണ്, ജനാധിപത്യം അല്ലാത്തത് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇതാ. ചില രാജ്യങ്ങളിൽ ജനാധിപത്യ ഭരണമാണ് നടക്കുന്നത് അല്ലേ. എന്നാൽ ചില രാജ്യങ്ങളിൽ ജനാധിപത്യേതര ഭരണം നടക്കുന്ന ഗവൺമെൻറ് ഉള്ള രാജ്യങ്ങളുണ്ട് അല്ലേ. ജനാധിപത്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന അല്ലേ ഒരു വിഭാഗം ഭരിക്കുന്ന ഒരു ഭരണ വ്യവസ്ഥയാണ് ശരിക്കും ജനാധിപത്യ ഭരണം എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കത് നോക്കാം, ഏതൊക്കെ രാജ്യം എന്തൊക്കെയാണെന്നുള്ള കാര്യം കൊടുത്തിക്കാം. ഇതാ, ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും നോക്കുക. ഭൂട്ടാൻ്റെ പ്രത്യേകത ഭരണഘടനാപരമായ രാജവാഴ്ചയാണ് അവിടെ നടക്കുന്നത്. രാജവാഴ്ച. ഓക്കെ, ഭരണഘടനാപരമായിട്ടുള്ള രാജവാഴ്ചയാണ് ഭൂട്ടാനിൽ. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പിന്നെ ബ്രൂണൈ എന്ന് പറയുന്ന രാജ്യമാണ്. ബ്രൂണൈയിൽ നടക്കുന്നത് സുൽത്താൻ ഭരണമാണ് ബ്രൂണൈയിൽ നടക്കുന്നത്. മ്യാൻമാറിൽ പട്ടാള ഭരണമാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ബ്രൂണൈയിൽ സുൽത്താൻ ഭരണമാണ്, മ്യാൻമാറിൽ പട്ടാള ഭരണമാണ്. ഇന്ത്യ പിന്നെ നമുക്കറിയാം. എന്നാൽ ഭൂട്ടാനിൽ എന്താണ് ഭരണഘടനാപരമായിട്ടുള്ള ഒരു രാജവാഴ്ചയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അത് ഭരണഘടനാപരമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കണം. ബ്രൂണൈയിൽ എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുക, സുൽത്താൻ ഭരണമാണ്. മ്യാൻമാറിൽ പട്ടാള ഭരണം എന്ന് നോക്കാം. ഭൂട്ടാൻ രാജാവും ബ്രൂണൈ സുൽത്താനും പിന്തുടർച്ചാടിസ്ഥാനത്തിൽ അധികാരത്തിൽ വരുന്നു. ഭൂട്ടാനിലെ രാജാവാണ്, ബ്രൂണൈയിൽ സുൽത്താനാണ്. ഇവരൊക്കെ പിന്തുടർച്ചാടിസ്ഥാനത്തിൽ വരുന്നവരാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒന്നുമല്ല. അവരാരാണോ പിന്നീട് അവരുടെ പിൻഗാമിയായിട്ട് ഉള്ള അടുത്ത ആൾ വരും. ആ രീതിയിലാണ് വരുന്നത് അധികാരത്തിലേക്ക് അല്ലേ. ഇവ ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. ജനാധിപത്യേതരം എന്ന് വെച്ചാൽ ജനാധിപത്യമല്ല, അതല്ലാത്തത് ജനാധിപത്യേതര ഗവൺമെൻറ്റുകൾക്ക് ഉദാഹരണമാണ്. പട്ടാള ഭരണവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളിൽ പെടുന്നു. മനസ്സിലായില്ലേ. അപ്പോൾ പട്ടാള ഭരണമായാലും സുൽത്താൻ ഭരണമായാലും രാജാവ് ഭരിക്കുന്നതായാലും ജനാധിപത്യമെല്ലാം ജനാധിപത്യേതരമാണ്. എന്നാൽ ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. എന്താണ് ജനാധിപത്യേതരം എന്ന് വെച്ചാൽ എന്താണ്, അയാൾ ഇഷ്ടത്തിന് അയാൾക്ക് തോന്നുന്ന പോലെ ഭരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു വ്യക്തിയോ ഒന്നിലധികം വ്യക്തികളോ സ്വന്തം ഇഷ്ടാനുസരണം നടത്തുന്ന ഭരണക്രമമാണ് ജനാധിപത്യേതര ഭരണ വ്യവസ്ഥ. ചിലപ്പോൾ നല്ലതാവാം, ചിലപ്പോൾ ജനങ്ങൾക്ക് ദോഷകരമായിട്ട് അത് ഭാവിക്കാം. ഓക്കെ, അടുത്തത് ജനാധിപത്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയിൽ ജനാധിപത്യ ഭരണക്രമമാണ് നമുക്കറിയാം. അപ്പോൾ ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണക്രമത്തെ ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറയുന്നത് പ്രതിനിധികളാണ്. എന്താ പ്രത്യേകത, ജനപ്രതിനിധികൾ നടത്തുന്ന ഭരണം എന്ന് വെച്ചാൽ ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അല്ലേ. അതാണ് ജനങ്ങളുടെ പ്രതിനിധി എന്നറിയപ്പെടുന്നത്. മനസ്സിലായില്ലേ. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള 1-2 വ്യത്യാസങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു ബോക്സിൽ. നമുക്ക് നോക്കാം. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് അറിഞ്ഞിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നോക്കിയേ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളുടെ ഭരണമാണ് ശരിക്കും ജനാധിപത്യ ഗവൺമെൻറ്. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഒന്നാലോചിച്ച് നോക്കി, എന്താണെന്ന് നോക്കിയാൽ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ചിലപ്പോൾ കൈമാറി വരാം, അല്ലെങ്കിൽ എന്താണ് ആക്രമിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യാം. ആ രീതിയിൽ വരുന്നതാണ് ജനാധിപത്യേതരം. അടുത്തത്, ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി ഉറപ്പു നൽകുന്നു. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തന്നെയാണ് അല്ലേ. ജനങ്ങൾക്ക് അവിടെ നിയമം ഉറപ്പു നൽകുന്ന ഒരു കാര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശവും പരിമിതമാണ്. ഇല്ല എന്ന് തീർത്തും പറയാൻ പറ്റില്ല, പക്ഷേ പരിമിതമാണ്. ഓക്കെ, തീരെ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അടുത്തത്, ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. തീർച്ചയായിട്ടും ജനാധിപത്യ ഗവൺമെൻറ് എന്ന് വെച്ചാൽ അവിടുത്തെ ഭരണാധികാരികളും നിയമത്തിന് വിധേയരാണ്. അവരും നിയമം അനുസരിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷേ ജനാധിപത്യ ഇതര ഗവൺമെൻറ് എന്താണ്, ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, നിയമത്തെക്കാൾ വലുതാണ് അദ്ദേഹം അല്ലേ. കാരണം അവർ തീരുമാനിക്കുന്നത് തന്നെയാണ് നിയമം. അത്രയേ ഉള്ളൂ. ക്ലിയർ അല്ലേ, മനസ്സിലായില്ലേ. അതാണ് ആ ഒരു പ്രത്യേകത. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം.
ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒക്കെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കണം എന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് മേന്മകൾ? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, അതുപോലെ തന്നെ ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പോയിന്റുകളാണ്. ഒന്ന് ഓർത്തിരിക്കുക. ഇന്ന് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വന്നാൽ തന്നെ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലേക്ക് എത്താൻ പറ്റും, യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട. കാരണം ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ട് ഇത് വരുന്നു അല്ലേ, ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നു, ഒരെണ്ണം അഡീഷണൽ നിങ്ങൾക്ക് അല്ലാത്തത് തന്നാൽ എന്തായാലും വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് പറ്റും, ഉറപ്പാണ്. അടുത്ത കുറച്ച് കാര്യങ്ങൾ, ഇതൊന്നുമില്ല, ഇത് കുട്ടികൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി കൊടുത്തേ ഉള്ളൂ. അതായത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ജനാധിപത്യവും ജനാധിപത്യേതര ഗവൺമെൻറ്റുകളും ഏതൊക്കെയാണോ അതിന് ടിക്ക് മാർക്ക് ഇടാനാണ് പറയുന്നത് അല്ലേ. കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു, അപ്പോൾ എന്താണ്, ജനാധിപത്യമാണ്, അപ്പോൾ ശരി കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റ് കൊടുക്കണം. തലമുറകളായി കൈമാറുന്ന ഭരണക്രമം, അത് ജനാധിപത്യം അല്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രോസ് മാർക്ക് കൊടുക്കുക അല്ലേ. ആ രീതിയിൽ ജനപ്രതിനിധികളുടെ ഭരണം തീർച്ചയായിട്ടും ജനാധിപത്യമാണ്. രാജാവിൻ്റെ അല്ലെങ്കിൽ സുൽത്താൻ്റെ അല്ല പട്ടാള മേധാവിയുടെ ഭരണം ജനാധിപത്യമല്ല എന്ന് വെച്ചാൽ ജനാധിപത്യേതരം. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നു, ജനാധിപത്യം. കോടതികൾക്ക് നിയന്ത്രണം, ജനാധിപത്യേതരം. ജനാഭിപ്രായം മാനിക്കുന്നു, ജനാധിപത്യം. ആ രീതിയിൽ കുട്ടികൾക്ക് വേണ്ട ഒരു പരിപാടിയാണ്, നമ്മൾ ജസ്റ്റ് കൊടുത്തു എന്നേ ഉള്ളൂ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അടുത്തത്, പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ പൗരാവകാശങ്ങൾ നിലനിൽക്കണം. അപ്പോൾ പൗരന്മാർക്ക് ജനാധിപത്യ ജീവിതം സാധ്യമാകണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, പൗരന്മാർക്ക് അവകാശങ്ങൾ കിട്ടണം അല്ലേ, പൗരാവകാശങ്ങൾ നിൽക്കണം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ലഭ്യമായ ഏതാനും അവകാശങ്ങൾ ചിലത് താഴെ തന്നിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് നോക്കാം. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം. ഇതൊക്കെ നമുക്ക് ജനങ്ങൾക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, അത്രയേ ഉള്ളൂ. ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ സംഘടനാ സ്വാതന്ത്ര്യം, ഇതൊക്കെ പൗരാവകാശങ്ങളിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ. അത്രയും കാര്യങ്ങളാണ്. എന്നിരുന്നാലും ചില സ്ഥലങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം ഒന്നും ഇല്ലാത്ത രാജ്യങ്ങളുണ്ട് അല്ലേ. എപ്പോഴും യുദ്ധങ്ങൾ, പുറത്തിറങ്ങിയ യുദ്ധം അല്ലേ. നമ്മൾ വിഷുവിന് ഈസ്റ്ററിനൊക്കെ പടക്കം പൊട്ടിക്കുന്നതിൽ അവിടെ ഫുൾ ടൈം 24/7 യുദ്ധങ്ങൾ. അവിടെയൊക്കെയുള്ള ജനങ്ങളുടെ ജീവിതം എന്ന് വെച്ചാൽ അത്രയേറെ ദുരിതപൂർണ്ണമാണ് ജീവിതം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കിയേ, ഒരു കുട്ടി ഫറാ ബക്കർ അല്ലേ, പാലസ്തീനിൽ ഉള്ള ഒരു കുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു സ്വപ്നത്തെക്കുറിച്ച് അവളുടെ കാര്യങ്ങൾ ഇവിടെ കൊടുത്തത്. നോക്കിയതാ, സ്പെയിൻ യാത്രയിൽ നിന്നും ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. കുട്ടിയുടെ സ്വപ്നം എന്താണ്, സ്പെയിനിൽ പോകണമെന്നായിരുന്നു, അല്ലെങ്കിൽ ഗിത്താർ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്ന കുട്ടിക്ക് ഇപ്പോൾ ഏറ്റവും വലിയ ആഗ്രഹം എന്താ, ജീവനോടെ നിന്നാൽ മതിയെന്ന്. അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം തീവ്രമാണ് അവിടുത്തെ രാജ്യം, അവിടുത്തെ സാഹചര്യം, സിറ്റുവേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നെക്സ്റ്റ് നോക്കിയേ, അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെ ഉണ്ടാകും? ഞാൻ ഒരിക്കലും അത് അറിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് മനോഹരമാണോ അത്? അതും ആ കുട്ടിയുടെ ഒരു ആകാംക്ഷയാണ് അറിയാനുള്ളത് അല്ലേ. ജീവിതത്തിൻ്റെ ഒരു അങ്ങേയറ്റത്തെ ഒരു ബുദ്ധിമുട്ടിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാല്യകാലം മുതൽ യുദ്ധഭൂമി ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പാലസ്തീൻ പെൺകുട്ടികളുടെ വാക്കുകളാണിത്. കുട്ടിയുടെ വാക്കുകളാണ്, അവളുടെ സ്വപ്നങ്ങളാണ് ഇവിടെ പറയുന്നത്. നമുക്കടുത്ത പോയിന്റിലേക്ക് വരാം. ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായ വ്യവസ്ഥകളാണ് അവകാശങ്ങൾ. അപ്പോൾ അവകാശം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്ന വ്യവസ്ഥകളെയാണ് നമ്മൾ ശരിക്കും അവകാശം എന്ന് പറയുന്നത്. സമൂഹം, അതുപോലെ രാഷ്ട്രം. ഓക്കെ, അപ്പോൾ എന്തിനാണത്? ഒരു പൗരന് മെച്ചപ്പെട്ട ജീവിതം കൈവരിക്കുന്നതിനും തൻ്റെ ശേഷിയും കഴിവും വികസിപ്പിക്കുന്നതിന് സഹായകമായതും സമൂഹവും രാഷ്ട്രവും ഉറപ്പ് നൽകുന്നതുമായ വ്യവസ്ഥകളാണ് ശരിക്കും അവകാശങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. നോക്കാം, അവകാശത്തിന് ആവശ്യമായ നടപടികൾ എല്ലാ രാജ്യങ്ങളിലെയും ഗവൺമെൻറ്റുകൾ സ്വീകരിക്കാറുണ്ട്. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. അപ്പോൾ എന്താണ് അവകാശമെന്ന് നമുക്ക് മനസ്സിലായി. സമൂഹവും പിന്നെ രാഷ്ട്രവും വ്യവസ്ഥ നൽകുന്ന ഒരു കൂട്ടം എന്താണ്, ഒരു കൂട്ടം സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ഉറപ്പ് നൽകുന്ന ഒരു കൂട്ടം വ്യവസ്ഥകളാണ്. ആ വ്യവസ്ഥയാണ് നമ്മൾ അവകാശങ്ങൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഓക്കെ, അത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൗരന് ഉറപ്പ് നൽകുന്നുണ്ട്. അത് ഇന്ത്യയുടെ അവകാശ പത്രിക മൗലിക അവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒരു അവകാശ പത്രികയുണ്ട്, പൗരനുള്ള അവകാശങ്ങൾ. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നു അല്ലേ. മൗലിക അവകാശങ്ങൾ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ഒരു കാര്യം, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ബേസിക്കായിട്ടുള്ള പറഞ്ഞു പോകുന്നത്. നോക്കാം. പെരിയാർ മലിനീകരണം, തീരദേശവാസികൾ ആശങ്കയിൽ. ഒക്കെ ന്യൂസ് കട്ടിങ്സ് ആണ്. ഇന്ത്യയിൽ അസംഘടിത മേഖലയിലെ തൊഴിൽ ചൂഷണം വർദ്ധിക്കുന്നു. ശിവകാശിയിലെ പടക്ക നിർമ്മാണ ഫാക്ടറിയിലെ കുട്ടികളിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് റിപ്പോർട്ട്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം, വിപുലമായ പരിപാടികൾ. അപ്പം ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണെന്നുള്ളത് ഓർത്തിരിക്കുക. അത് നമ്മളിപ്പം അതിലേക്ക് വരും. ഓക്കെ, എന്നാലും ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമ്മളിതാ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് എത്തുന്നത്. ആധുനിക കാലത്ത് അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലക്കാണ് വിലയിരുത്തപ്പെടുന്നത്.
മനുഷ്യവംശത്തിലെ ഒരു അംഗം എന്ന നിലയിൽ എല്ലാവർക്കും ഒരുപോലെ ലഭ്യമായിരിക്കേണ്ട അവകാശങ്ങളാണ് മനുഷ്യാവകാശങ്ങൾ. മനസ്സിലായില്ലേ? അപ്പോൾ അവകാശങ്ങളെ പൊതുവെ മനുഷ്യാവകാശങ്ങൾ എന്ന നിലക്കാണ് വിലയിരുത്തപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പോൾ എന്താണ് സംഭവം? 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത് 1948 എപ്പോഴാണ്? ഡിസംബർ 10 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നിലവിൽ വന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതെന്താണ്? അതിൻ്റെ ചെറിയൊരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം? ഇതാ നമുക്ക് നോക്കാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു, അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനമായിട്ട് കൊടുത്തത്, അല്ലേ? അപ്പോൾ അത് വന്നത് എപ്പോഴാണ്? ആ പ്രഖ്യാപനം വന്നത് 1948 ഡിസംബർ 10 ഡിസംബർ 10 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 10 നമ്മൾ എന്തറിയപ്പെടുന്നത്? സാർവദേശീയ മനുഷ്യാവകാശ ദിനമായിട്ട് അറിയപ്പെടുന്നത്. മനുഷ്യാവകാശ ദിനം എപ്പോഴാണ്? മനുഷ്യാവകാശ ദിനം, സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സാർവദേശീയ മനുഷ്യാവകാശ ദിനം ഡിസംബർ 10 ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഓർത്തിരിക്കണേ, എല്ലാവരും ഓർത്തിരിക്കണം. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നത് എപ്പോഴാണ്? 1948 ഡിസംബർ 10 1948. അപ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അവകാശങ്ങളാണ് നമ്മളിനി വായിക്കാൻ പോകുന്നത്. നോക്കാം. ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനുള്ള ഒരു ഫാക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലേ? 1948 ഇങ്ങനെ വരാം. 1948 സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത അവകാശം ഏത്? ഓക്കെ, ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തത് ഏത്? അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം, അല്ലേ? ജീവിക്കാനുള്ള അവകാശം, അല്ലേ? സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, പിന്നെന്ത് ചെയ്യാം? സ്വത്ത്, അല്ലേ? എന്താണ്? കൂടുതൽ സ്വത്ത് സമ്പാദനത്തിനുള്ള അവകാശം എന്നിങ്ങനെയൊക്കെ തരാം. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുവാണ്, തൊട്ട് താഴെ വരുവാണ്, 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം 3ഉം ശരിയാണ്, അല്ലേ? 1ഉം 2ഉം 4ഉം ശരിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാം തരാം. എല്ലാം ശരിയാണ്, അല്ലെങ്കിൽ 1 മാത്രം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് തരാം. അപ്പോൾ നമ്മൾ ഇത് അറിഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്, സ്വത്ത് സമ്പാദനത്തിലുള്ള അവകാശം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇത് അങ്ങനെ വന്നേക്കാം. കാരണം സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞ അവകാശങ്ങളാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്, സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, തൊഴിലവകാശമുണ്ട്, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. എന്തൊക്കെ സംരക്ഷിക്കണം? സംസ്കാരം, ഭാഷ, ലിപി, ഇതൊക്കെ സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് വിചാരിക്കാം, ഓർത്തിരിക്കുക. അടുത്ത പോയിന്റ്, മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. അതിലേക്ക് വരാം. അതിന് മുന്നേ ഇതവിടെ ഒരു ബോക്സ് ഉണ്ട്. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥം. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ വെറുതെ നാണം കെടുത്തി ഇങ്ങനെ നമ്മൾ ജീവിക്കുക എന്നുള്ളതല്ല, അല്ലേ? മറ്റുള്ളവരുടെ അടിമയായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല. എന്താണ് ഉദ്ദേശം? അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. പൂർണ്ണമായും നമ്മൾ സ്വതന്ത്രരായിരിക്കണം. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. ഓക്കെ, ശുദ്ധവായും ശുദ്ധജലം എല്ലാം വേണം, മതിയായിട്ടുള്ള പോഷകാഹാരം, ഇതൊക്കെ അവകാശമാണ്, ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം. അടുത്തത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മനുഷ്യൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ വന്നിട്ടുണ്ടായിരുന്നത്. നോക്കാം. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. തീർച്ചയായിട്ടും, അല്ലേ? അപ്പോൾ 1993 പാർലമെൻറ്റ് പാസ്സാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം എപ്പോഴാണ്? 1993 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇത് ബേസിക്കായിട്ട് മാത്രം ഇപ്പം പറയുന്നുള്ളൂ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഒരു ചെയർമാൻ ഉണ്ടാകും, 4 അംഗങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ചെയർമാൻ ഉൾപ്പെടെ 5 പേരായി മാറിയത്. മനസ്സിലായില്ലേ? അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, 1+4 ആണ്, അല്ലേ? ടോട്ടൽ 5 ഉണ്ട്. അതിൽ 1 ചെയർമാനാണ്, ബാക്കി 4 അംഗങ്ങളാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ ചെയർമാൻ എപ്പോഴും ആരായിരിക്കണം? റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ഇതിൻ്റെ ചെയർമാനായിട്ട് എപ്പോഴും ഉണ്ടാവുക. അത് പറയുമ്പോൾ ഇതാ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ എന്ന് അറിയപ്പെടുന്നത് ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ക്വസ്റ്റ്യൻ വരുന്നതാണ്, പലതവണ വന്നിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക. ദേശീയമാണ്. എന്നാൽ ഇപ്പോൾ നിലവിലുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് അല്ലേ? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്രയാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിന് മുന്നേ ഞാൻ 2 പോയിന്റ് പിന്നെ എനിക്ക് വിട്ടുപോയെന്ന് തോന്നുന്നത്, നമ്മൾ നെൽസൺ മണ്ടേലയെ കുറിച്ച് പറഞ്ഞു അല്ലേ? നെൽസൺ മണ്ടേല അറിയപ്പെടുന്ന മറ്റൊരു പേരുണ്ട് കേട്ടോ, സൗത്ത് ആഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നുണ്ട്, മനസ്സിലായേ? കേരള ഗാന്ധി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അതിർത്തി ഗാന്ധി എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ഖാൻ അബ്ദുൽ ഗഫർ ഖാൻ അല്ലേ? കേളപ്പൻ. അപ്പോൾ അതുപോലെ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധി എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയും കൂടിയാണ് നമ്മുടെ നെൽസൺ മണ്ടേല. അദ്ദേഹം മാഡിബ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. ആരാണ്? മാഡിബ. അതും കൂടി ഒന്ന് ഓർത്തിരിക്കണം. 2 പോയിന്റ്. മാഡിബ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്, മാഡിബ എന്നറിയപ്പെടുന്ന ആരാണ്? നെൽസൺ മണ്ടേലയാണ്. അതുപോലെ ദക്ഷിണാഫ്രിക്കൻ ഗാന്ധിയും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് രംഗനാഥ മിശ്രയാണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാനാണ്. 5 അംഗങ്ങളാണ് അല്ലേ? 1993 പാർലമെൻറ്റ് ഈ ഒരു മനുഷ്യാവകാശ നിയമം പാസ്സാക്കി. നെക്സ്റ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായി നിർദ്ദേശങ്ങൾ നൽകുക, പിന്നെന്താണ്? മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെയും കാണാം അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ്. ഇത് മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക കൂടുതലായിട്ട്, എന്നിട്ട് ഇതും കൂടെ അതിലൂടെ പഠിക്കുക. ചോദിക്കാമല്ലോ, ചുവടെ തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകളിൽ പെടുന്നത് ഏത് എന്ന് ചോദിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തരാം അല്ലേ? എന്തൊക്കെയാണ്? മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിക്കുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക അല്ലേ? ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യങ്ങൾ പഠിച്ച് ശുപാർശകൾ നൽകുക. അങ്ങനെ അതും അതിൻ്റെ കൂടെ മറ്റൊന്നെങ്കിലും തരുമെങ്കിൽ മിക്സ് ആക്കി നിങ്ങളോട് ചോദിക്കും. 1, 2 ശരി, 2, 3 ശരി, 1, 2, 3, 4 ശരി അല്ലേ? 1, 4 ശരി എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അടുത്ത ഒരു പോയിന്റിലേക്ക് പോവാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എന്തൊക്കെയാണെന്ന് നോക്കേ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. എപ്പോഴാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്? 1998 നിലവിൽ വന്നത്. 1998 നിലവിൽ വന്നത്. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു ചെയർമാൻ പ്ലസ് 2 അംഗം എന്ന് പറഞ്ഞാൽ 1+2 ആണ്. 3 പേരുണ്ട്. 1 ചെയർമാനായിരിക്കും, 2 അംഗങ്ങളുണ്ടാവും. കൂടുതലും ചെയർമാൻ ആരായിരിക്കും? ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയായിരിക്കും ഇതിൻ്റെ ചെയർമാനായിട്ട് വരിക അല്ലേ? അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുമ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് പഠിച്ചു 1998 1998 ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത് ജസ്റ്റിസ് MM പരീതി പിള്ളയാണ് കേട്ടോ. ആരാണ്? ജസ്റ്റിസ് പരീതി പിള്ളയാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. MM പരീതി പിള്ള, MM പരീതി പിള്ള, ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. പരീത് പിള്ള. ഇതാണ് ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ട് വരുന്നത്. നിലവിലുള്ളത് ജസ്റ്റിസ് S മണികുമാറാണ് കേട്ടോ. ജസ്റ്റിസ് S മണികുമാറാണ്. മണികുമാർ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോവാം. കുട്ടികളുടെ അവകാശങ്ങൾ. അപ്പോൾ കുട്ടികൾക്കും എന്തൊക്കെയുണ്ട്? അവകാശങ്ങളുണ്ട്. നോക്കാം. അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട്. ബാലവേലയിൽ നിന്ന് സംരക്ഷണം എൻ്റെ അവകാശമാണ്. പിന്നെയോ പേരിനും ദേശീയതയ്ക്കും എനിക്ക് അവകാശമുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ കൂടുതലും ബാലവേലയിൽ ഏർപ്പെട്ടിരുന്നത് ഒരു കാലത്ത് നമ്മുടെ തമിഴ്നാട്ടിൽ ശിവകാശി പടക്ക നിർമ്മാണശാലകളുണ്ടല്ലോ, അവിടെയൊക്കെ ഒരുപാട് കുട്ടികളെ ഈ പറഞ്ഞ രീതിയിൽ വിവിധ ജോലികളൊക്കെ ആയിട്ട് പിന്നെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇങ്ങനെ ബാലവേല അവകാശങ്ങളും കുട്ടികളുടെ അവകാശങ്ങളും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം അവിടുന്ന് കുട്ടികളൊക്കെ ഇത്തരം ജോലികളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ബാലവേല തീർത്തും 0% ആണ് എന്നുള്ള ഇതിൽ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ പല ആവശ്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ പടക്കങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ടല്ലോ, വിഷു, ഈസ്റ്റർ പോലുള്ള സമയങ്ങളിൽ അല്ലേ? ആ പടക്കങ്ങൾ എടുത്താൽ നിങ്ങൾ അതിൻ്റെ ബോക്സിന് എന്താണ് നോ ചൈൽഡ് ലേബർ എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു കോഡ് ഉണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ നിർമ്മാണത്തിൽ ഒരു തരത്തിൽ ഒരു കുട്ടിയെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാണിക്കുന്ന രീതിയിൽ ഒരു കാര്യം, ഒരു ലീഗലി ഒരു കാര്യം അവിടെ കൊടുത്തിട്ടുണ്ടാകും ഓരോ ബോക്സിലും. അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിൽ വരുന്ന ഒരു പോയിന്റ് നോക്കാം. ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണന അറിയിക്കുന്നവരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്.
തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കുട്ടികളുടെ അവകാശമാണ് അല്ലേ. 2009 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട് അല്ലേ. RTE ആക്ട് എപ്പോഴാണ്? 2009 2009 പാർലമെൻറ്റ് പാസ്സാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം ഇത് എടുത്തു പറയുന്നുണ്ട്. എന്നാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം അവരുടെ അവകാശമാണെന്ന്. അതുകൊണ്ട് തന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ട് RTE ആക്ട്. മനസ്സിലായില്ലേ? 6 മുതൽ 14 വരെയുള്ള വയസ്സാണ്. ഇതൊരു തവണ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് പോസ്റ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു. 6 മുതൽ 14 വരെ വയസ്സുള്ള കുട്ടികൾക്കാണ് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള അടിസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസം. അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികൾക്കും അടിസ്ഥാന പ്രാഥമിക വിദ്യാഭ്യാസം. അപ്പോൾ സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നുണ്ട്. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ നാട്ടിലും എന്തുണ്ട്, കുട്ടികളിന് 1 കിലോമീറ്റർ ചുറ്റളവ് തന്നെ ആരുണ്ടാവും, ഒരു പ്രാഥമിക വിദ്യാലയം ഉണ്ടാവും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. തൊട്ടടുത്ത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. അടുത്ത് തന്നെ എന്തുണ്ടാവും, ഒരു LP സ്കൂൾ ഉണ്ടാവും. പ്രാഥമിക വിദ്യാലയം നിർബന്ധമായിട്ടുണ്ടാവും. അത് കുട്ടികളുടെ അവകാശമാണ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, പഠിക്കാനുള്ള അവകാശം കുട്ടിയുടെ അവകാശമാണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ കുട്ടികളുടെ ഇത് വരുമ്പോൾ കുട്ടികൾക്കും അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞു നോക്കാം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. അപ്പോൾ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ബാലാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാനായിട്ട് വരുന്നത് ആരാണ്? പിന്നെ KV മനോജ് കുമാറാണ് കേട്ടോ. KV മനോജ് കുമാറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ആരാണ്? KV മനോജ് കുമാറാണ്. മനോജ് കുമാർ. അപ്പോൾ ഇദ്ദേഹമാണ് ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ നിലവിൽ. ഓക്കെ, ഇനി നമുക്ക് 2 ആളുകളെ കുറിച്ച് ഇവിടെ പഠിക്കാനുണ്ട്. ഒന്ന് കൈലാസ് സത്യാർത്ഥി, അതുപോലെ തന്നെ രണ്ടാമത്തെ സത്യാർത്ഥി, അതുപോലെ മലാല യൂസഫ്സായ് അല്ലേ. എന്താണ് പ്രത്യേകത? പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ആളാണ് ആര്? മലാല. 17-ാമത്തെ വയസ്സിലാണ് ലഭിക്കുന്നത്. 2014 ലഭിക്കുന്നത്. മലാലയ്ക്കും അതുപോലെ തന്നെ കൈലാസ് സത്യാർത്ഥിക്കും 2 പേർക്കും ഒരേ വർഷം തന്നെയാണ്, 2014 തന്നെയാണ് നൊബേൽ ലഭിക്കുന്നത് അല്ലേ. 2014 മലാലയോടൊപ്പം സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച ഒരു വ്യക്തിയാണ് കൈലാസ് സത്യാർത്ഥി. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ബച്ചുപ്പൻ ബച്ചാവോ ആന്തോളൻ അതാണ് അദ്ദേഹത്തിൻ്റെ സംഘടന. മനസ്സിലായില്ലേ? നൊബേൽ സമ്മാനം ലഭിക്കുന്നത് 2014 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ പിന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചാണ് അല്ലേ. സ്ത്രീകൾക്കും ഇതുപോലെ തന്നെ അവകാശങ്ങളുണ്ട്. വനിതാ കമ്മീഷനൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞ പോലെ വനിതാ കമ്മീഷനുകളൊക്കെ ഉണ്ട്. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുന്നതിനും അവരുടെ ഉന്നമനത്തിനുമായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്ര സഭ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ 1979 എന്ത് നടന്നത്? ഈ പറഞ്ഞ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. 1979 എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. മനസ്സിലായേ? അപ്പോൾ എന്താ പ്രത്യേകത? തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇതൊക്കെയാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. ഇതൊക്കെ വേണമെന്നാണ് 1979 പറഞ്ഞത് അല്ലേ. 1979 പറഞ്ഞു. പക്ഷേ എത്രത്തോളം ഇതൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ്, എല്ലാ നിലയിലും പുരുഷന് തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. ഇന്നും അവകാശം ആയി മാത്രമാണ് പോകുന്നത് അല്ലേ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനുകളും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ. ഉണ്ട്. അപ്പോൾ സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് വരുവാണെങ്കിൽ പിന്നെ നിലവിലെ സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പി സതീദേവി. മനസ്സിലായില്ലേ? ഇവരാണ് ആര് ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നമ്മുടെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ചെയർപേഴ്സണായിട്ട് വരുന്നത്. എന്നാൽ ആദ്യത്തേത് ആരായിരുന്നു? കേരളത്തിൻ്റെ സുഗതകുമാരിയാണ് എന്നുള്ള കാര്യം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ എന്തായാലും ഇന്നിപ്പോൾ പറഞ്ഞ എല്ലാ കമ്മീഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഒന്ന് ഞാൻ പറഞ്ഞു എന്താണ്, മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയവും സംസ്ഥാനമായിട്ടുള്ള 2 മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പഠിക്കണം. പിന്നത്തെ എന്താണ്, ബാലാവകാശ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ പഠിക്കണം. ഇപ്പം വന്ന സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുള്ള ബാലാവകാശം അതുപോലെ തന്നെ വനിതാ കമ്മീഷനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് അവകാശങ്ങളെക്കുറിച്ച് പറയുന്നത്. പിന്നെ അവകാശങ്ങളെ കടമകളെക്കുറിച്ച് പറയുന്നത്. അതായത് അവകാശങ്ങൾ മാത്രമല്ല, നമുക്ക് ചില കടമകളുണ്ട് അല്ലേ.
അവകാശം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്, ഇവിടെ കൊടുത്തതേ ഉള്ളൂ. സ്വാതന്ത്ര്യം ഒരു അവകാശമാണ്. എന്നാൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എൻ്റെ കടമയാണ് എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം കൊണ്ട് മറ്റുള്ളവർക്ക് നിങ്ങളത് കളങ്കം ഉണ്ടാക്കാൻ പാടില്ല. മറ്റുള്ളവരെ നിങ്ങൾ ആ പേരും പറഞ്ഞ് ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അത് അവർക്കും ആ ഒരു അവകാശമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതെൻ്റെ കടമയാണ്. അവർക്കും എനിക്കുള്ളതുപോലെ മറ്റുള്ളവർക്കും ഉണ്ട്. കുട്ടിയെന്ന നിലയിലുള്ള സംരക്ഷണം അത് നമുക്ക് അവകാശമാണ്. എന്നാൽ എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ് തീർച്ചയായിട്ടും, അല്ലേ? ഒരു കുട്ടിയുടെ അവകാശം അതിനുള്ള സംരക്ഷണമാണ്. പക്ഷേ ആ കുട്ടിയെ സംരക്ഷിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണെന്നാണ് പറയുന്നത്. അത് ജസ്റ്റ് ഇവിടെ നിന്ന് വായിച്ചു നോക്കിയാൽ മാത്രം മതി. ഇങ്ങനെ ബേസിക്കായിട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏതാനും അവകാശങ്ങളും അതിനനുസൃതമായ ചില കടമകളുമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. കടമകളില്ലാതെ അവകാശങ്ങൾ നിലനിൽക്കുകയില്ല എന്നുള്ള കാര്യം കൂടെ പറഞ്ഞു. ഇനി നമ്മളതിൻ്റെ ഏറ്റവും സമ്മറി ആയിട്ട് പറയുന്നത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനാധിപത്യ ഗവൺമെൻറ് ഉണ്ട്, ജനാധിപത്യേതര ഗവൺമെൻറ് ഉണ്ട്. ജനാധിപത്യ ഗവൺമെൻറ്റാണ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ളത്, അല്ലേ? അതിൽ നിന്നാണ് അവകാശങ്ങളൊക്കെ സംരക്ഷിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ മനുഷ്യാവകാശമുണ്ട്, കുട്ടികളുടെ അവകാശം, അതായത് ബാലാവകാശമുണ്ട്, സ്ത്രീ അവകാശമുണ്ട്, അല്ലേ? വനിതാ കമ്മീഷനും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങളുണ്ട്. പിന്നെയോ ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ അവകാശങ്ങൾ പരിമിതമാണ്, ഇതുപോലെ വൈഡല്ല, അല്ലേ? വൈഡ് ആംഗിളിൽ വരുന്നില്ല, ഒരു പരിമിതമാണ്, കൺട്രോൾഡാണ്. ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഇതിൽ കുറച്ച് പോയിന്റുകളെ പറയുന്നുള്ളെങ്കിൽ പോലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു ചാപ്റ്റർ തരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ റാങ്ക് ഫയൽ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കമ്മീഷനെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് പഠിക്കണം, അല്ലേ? ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുക. അടുത്ത ദിവസത്തേക്ക് വരുമ്പോഴേക്കും ഇതുവരെ ചാപ്റ്ററൊക്കെ കവർ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ദിവസം കാണാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, തീർച്ചയായിട്ടും അതൊന്ന് ലൈക്ക് ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകളിലേക്ക് ഈ നമ്മുടെ കണ്ടൻറ്റ് എത്തും. ഓക്കെ, ലൈക്ക് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. അതുപോലെ ഇഷ്ടപ്പെട്ടാലും ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. എപ്പോഴും ഇടയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ കാണുന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത ദിവസം കാണാം. താങ്ക് യു.